ഹായ് ഗായ്സ്, നമ്മൾ അപ്പോൾ ഒരു സ്റ്റേക്കേഷന് പോവാണ്. രാവിലെ തന്നെ എണീച്ച് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കപ്പ വറുത്ത് പുഴുങ്ങിയത് ആസ്വദിച്ച് തിന്നുന്നത് കണ്ടത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അത് കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വിട്ടുമായിരുന്നു. ഇതേ ഡ്രസ്സ് വേറെ എവിടെയോ കണ്ടിട്ടില്ലേ? യെസ്, പുലിക്കളിക്ക്. വളരെയധികം വ്യത്യസ്തമായ ഈ ഡ്രസ്സും ഇട്ട് നമ്മൾ റെഡിയായി. അതിനുശേഷം എൻസോനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് റെഡിയായി. സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. നോക്കുമ്പോഴത്തേക്ക് അതാ കാറിന്റെ ബാക്കിൽ ഒരു തട്ടുകട തുടങ്ങാനുള്ള സെറ്റപ്പാണ് എന്റെ അനിയൻ അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി ഈ ചെരുപ്പ് ആരും കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഇപ്പൊ തന്നെ എന്റെ മുഖം കണ്ട് നിങ്ങൾക്ക് മതിയായെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇനിയിലെ വീഡിയോസ് നിങ്ങൾ കാണണ്ട, കാരണം മൊത്തം എന്റെ മുഖമാണ്. ഇതുപോലൊരു എക്സ്പ്രഷൻ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കപ്പ എന്നെ പറ്റി. രാവിലെ തന്നെ കപ്പ തിന്നുന്നത് എനിക്ക് ശീലമില്ല. അതുകൊണ്ട് തന്നെ വയറ് നന്നായി പണി തന്നു, എനിക്ക് ഛർദ്ദിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ വലിയൊരു ഗ്ലാസ്സിലാണ് ഞാൻ അവിടുന്ന് നാരങ്ങ വെള്ളം കുടിക്കുന്നത്. അതിനുശേഷം ഹരിതാപമായ ആ മലനിരകളിലൂടെ നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. പച്ചപ്പും കയറ്റവും കൂടുന്തോറും നെറ്റ്വർക്കിന്റെ റേഞ്ച് കുറയും എന്നാണല്ലോ ശാസ്ത്രം. വയറ് സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയപ്പോൾ ഞാൻ ബിങ്കോ എടുത്ത് അത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. സ്ഥലം ഏതാണെന്ന് മനസ്സിലായവരെ കമന്റ് ചെയ്യും, അല്ലെങ്കിൽ പാർട്ട് 2 വരെ വെയിറ്റ് ചെയ്യും.